ഇനി നമ്മൾ ഇപ്പോൾ ക്ലിയറായിട്ട് കാണും നിങ്ങൾക്ക്. ഇനി ഞങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാം. നമ്മുടെ ക്ലോത്തിലേക്ക് ഇതുപോലെ ഒരു പിന്നെടുക്കണം. സാരിക്ക് എല്ലാം ഇടുന്നല്ലേ, ഇതുപോലെ ഒരു പിന്നെടുക്കണം. ഇതിലേക്ക് ഇനി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിനെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തില്ലേ ഈ ഭാഗം, ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ഭാഗത്തിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇതിനെങ്ങനെ ഇടണം. ഒന്ന് നന്നായി നോക്കണേ. ഇതുപോലെ ഇട്ടിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ പുറത്ത് വന്നു. ഈ സൈഡിൽ പുറത്ത് വരും. ഒരു സൈഡിലിട്ടിട്ട് മറ്റൊരു സൈഡിൽ എടുക്കണം. ഒന്ന് വെച്ച് ചെയ്യണേ. അപ്പോൾ രണ്ടായി ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഫ്രില്ല് പോലെ നിൽക്കുന്ന പോലെ ഇതിനെ ഇങ്ങനെ ചെയ്യണം. ഈ സൈഡിലും ഒരുപോലെ തന്നെ ലെങ്ത്ത് വേണം. ഇതിൻ്റെ അളവ് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരുപോലെ തന്നെ വേണം. ഈ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ വേണം. ഇങ്ങനെ ഇതിൻ്റെ ഒരു പാർട്ട് ആയി. കുറച്ചൊന്ന് നോക്കണേ, ഞാൻ ക്ലിയറായിട്ട് കാണിക്കാം. ഓക്കെ, ഇതായി, ഇത്രയായി ഇത്. ഇനി നെക്സ്റ്റ് മറ്റൊന്നിനും കാണിക്കാം. അതും ഇതുപോലെ പിന്നിട്ടു. ഇതിനെയും അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എടുക്കണം, പുറത്തെടുക്കണം. മറ്റൊരു സൈഡിൽ ഇതുപോലെ ഇട്ടു. സെയിം രണ്ട് സൈഡിൻ്റെ ഇതുപോലെ വെക്കണം. കുറച്ച് ഇത് നിങ്ങൾക്ക് വേണ്ട പോലെ വെക്കാം. കെട്ടുമ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ കെട്ടുമ്പോൾ വേണ്ട പോലെ മക്കളുടെ ഷോൾഡറിലേക്ക് ഇതുപോലെ കെട്ടിയിട്ട് വിടാം. ഇതിങ്ങനെ കെട്ടണം. ഇങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ കെട്ടണം. പിന്നെ ഇതിനെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിപ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ കെട്ടി, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇത് രണ്ടിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ കെട്ടെടുത്തു. ഇതിനെ കെട്ടുന്നത് ഇങ്ങനെയെന്ന് കാണിച്ചു. ഓക്കെ, ഇനി കെട്ടെടുത്തു ഞാൻ. ഇതുണ്ടല്ലേ, ഈ സ്റ്റിച്ച് മടക്കിയ ഭാഗം ഉണ്ടല്ലേ, ഇത് പുറത്ത് വരുന്ന സ്റ്റിച്ച് ഇങ്ങനെ ഫിനിഷിങ് ഉള്ള ഭാഗം രണ്ട് പീസിൻ്റെത് ഉള്ളിലേക്ക് വരണം. സ്റ്റിച്ച് മടക്കിയ ഭാഗം, ഈ തുണി മടക്കിയ ഭാഗം ഇങ്ങനെ കാണണം പുറത്തേക്ക്. അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ വെച്ചു. ഇതുപോലെ സ്ട്രൈറ്റായിട്ട് രണ്ട് പീസും ഇങ്ങനെ വെച്ചു. ഇനി ഞങ്ങൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞങ്ങൾ 1 ഇഞ്ചിലേക്കല്ലേ ഇതിൻ്റെ അളവ് മാർക്കിട്ടത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്യാം.
രണ്ട് സൈഡും അതേപോലെ രണ്ട് സൈഡും 1 ഇഞ്ചിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ മാർക്ക് ഇട്ടു, 1 ഇഞ്ചിൻ്റെ മാർക്കിട്ടു ഫുള്ള് ലൈൻ ഇടണം. ഇതുപോലെ ലൈൻ ഇടണം. ഇങ്ങനെ ലൈനിട്ട് ആ ലൈനിൻ്റെ മുകളിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റായിട്ട് ഒന്നും അറിയാത്തവർ അത് തന്നെ ചെയ്യാം. ആയി. ഇനി ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലേ, ലാസ്റ്റ് ഭാഗം താഴെ, ഈ ഡ്രസ്സിൻ്റെ താഴെ ഭാഗം ഞങ്ങൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇതിനെ ഞങ്ങൾ ഈ മാർക്ക് ഉണ്ടല്ലേ, ഈ മാർക്ക് പോലെ ഈ പീസിനെ ഇതുപോലെ മടക്കി 1/4 ഇഞ്ചിലേക്ക് ഇതിനിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ മടക്കി റൗണ്ടായി സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ടല്ലേ, നമ്മുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ പറ്റും ലൈവ് ക്ലാസ്സിൽ.